അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അപ്പോൾ നമ്മളിന്ന് ചെയ്യാൻ പോണത് കറുമൂച്ചിക്കായും മമ്പയറും വെച്ചൊരു അടിപൊളി കറിയാണ്. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 പിടിയോളം മമ്പയർ ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് ഒരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളത്തിൽ. ഇനി ഒരു 3-4 വിസിലടുപ്പിച്ചെടുക്കാം. ഇനി നമ്മൾ കറുമൂച്ചിക്കായ എടുത്തിട്ടുണ്ട്. കറുമൂച്ചിക്കായ മീൻസ് പപ്പായ കേട്ടോ. അപ്പോൾ അത് ചെറുതായതുകൊണ്ട് തന്നെ 2 എടുത്തിട്ടുണ്ട്. വലുതാണെങ്കിൽ 1 മതി കേട്ടോ. അതൊന്ന് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിട്ട് നമ്മൾ വെന്ത് വരുന്ന പയറിലോട്ട് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഒരു വിസിലടുപ്പിച്ചെടുക്കാം കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു ഉരലിലിട്ട് ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകവും 2 പച്ചമുളകും കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം കേട്ടോ. നന്നായിട്ട് തന്നെ ചതച്ചെടുക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ചെറിയ തീയിലിട്ടിട്ട് തന്നെ വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് വറവായി വരണം. ഇതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് ചൂടായി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഒരു വല്ലുള്ളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നല്ലപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം കേട്ടോ. ഇതേപോലെ ഒന്ന് ബ്രൗൺ കളറായി വരണം. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ച് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ കൂട്ടും കൂടെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കട്ടെ. ഇനി നമ്മൾ മാറ്റി വെച്ച മല്ലിപ്പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലൊരു തക്കാളി ചെറുതായി അരിഞ്ഞതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേവിച്ച് വെച്ച് കറുമൂച്ചിക്കായയും മമ്പയറും കൂടെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഒരു 1/4 ടീസ്പൂണ് ഗരം മസാലയും 1 ടീസ്പൂണ് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ മസാലയും കൂടി ചേർത്തിട്ട് ഈ മമ്പയറുമ്മലും കറുമൂച്ചിക്കായമ്മലും നന്നായിട്ട് മസാല പിടിക്കണവരെ ഒരു 10 മിനിറ്റ് നേരം ചെറിയ തീയിലിട്ടിട്ട് ഒന്നിത് മൂടി വെച്ച് വേവിക്കണം കേട്ടോ. അപ്പോൾ ഈ കറി ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. ഇറച്ചിക്കറിയുടെ അതേ ടേസ്റ്റാണ്. നമുക്ക് എല്ലാ കടികൾക്കാണെങ്കിലും ചോറിക്കാണെങ്കിലും ഒക്കെ ഉപയോഗിക്കട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് തന്നെ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ. അപ്പോൾ ശരി, ബൈ ബൈ.